ഇത് പുറത്തു കൊണ്ടുവരേണ്ടവർ തന്നെ പ്രധാന ഗുണഭോക്താക്കളാണെങ്കിൽ എങ്ങനെ ഇത് പുറത്തു വരും? ഉണ്ണിക്കണ്ണൻ പോറ്റിയെ കൂടാതെ ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥ നെത്തോലുകളെ കൂടി ചേർത്താൽ എല്ലാം ശരിയാവും എന്നാണ് യഥാർത്ഥ മാഫിയ കരുതുന്നത്. ഉണ്ണിക്കണ്ണൻ എല്ലാ ഉറപ്പുകളും നൽകിയിട്ടുണ്ടാവും. എല്ലാ കുറ്റവും ഏറ്റാൽ രക്ഷിക്കാമെന്ന ഉറപ്പ്. ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിക്ക് മുകളിലുള്ള വലിയ മന്ത്രി, ഇവരൊക്കെ അറിയാതെ കാലങ്ങളായി നടക്കുന്ന ഈ കൊള്ള നടക്കുകയില്ല സാർ. രാഷ്ട്രീയ കൊള്ള സംഘം എല്ലാ കാലത്തും കൊള്ളകൾ നടത്തിയിട്ടുള്ളത് ഉണ്ണിക്കണ്ണനെ പോലുള്ള ശിഖണ്ഡികളെ മുന്നിൽ നിർത്തി തന്നെയാണ്. വാസുവും കുടംപുളിയും പത്മകുമാറും പ്രശാന്തും എല്ലാം പ്രതിപ്പട്ടികയിൽ ഇല്ലെങ്കിൽ ഇത് പതിവ് പ്രഹസനം തന്നെയായി മാറും. ഇപ്പോഴത്തെ പ്രസിഡന്റ് ഒരു ഗതിയുമില്ലാതെ അപ്പുറത്തുനിന്ന് ചാടി വന്നവനാണ്. കാരണഭൂതൻ താലത്തിൽ വെച്ച് ഇത് കൊടുക്കുമ്പോൾ അതൊരു ബിനാമി സെറ്റപ്പ് തന്നെ ആവാനാണ് സാധ്യത. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടുവരുന്നുണ്ട്. വലിയ വീടും ആ തലസ്ഥാന നഗരിയിൽ ഇഷ്ടം പോലെ വസ്തുവൊക്കെ വാങ്ങി എന്നാണ് വിജിലൻസിന് പലരും പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, എല്ലാ അമ്പലം വിഴുങ്ങളുടെയും പേരുകൾ പ്രതിപ്പട്ടികയിൽ വരണം. അല്ലെങ്കിൽ ഇത് വെറും നാടകം മാത്രമായി മാറും.